വെൽക്കം ബാക്ക് ടു ജിനോടെ ക്ലോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഗാലക്സി S26 അൾട്രയുടെ ഒരു റിവ്യൂ വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ലോകത്ത് മുഴുവൻ വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രീനെ അറ്റാക്ക് ചെയ്യുന്നു, ആ കൺട്രി മറ്റേ കൺട്രികളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ വലിയ ആളുകളുടെ കുറച്ച് തീരുമാനങ്ങളുടെ ബേസിലാണ്. അല്ലാതെ ഒരു സാധാരണക്കാരനും ഒരു യുദ്ധം കൊണ്ടും യാതൊരു വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്തായാലും ലോകത്ത് എല്ലായിടത്തും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സോ സേ നോ ടു വാർ ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ഒന്ന് കണ്ടിട്ട് വാ. സോ അൺബോക്സിങ് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇതാണ് ഗൈസ് നമ്മുടെ S26 അൾട്ര എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രീമിയം ഫോൺ. അവരിതിന് വിളിക്കുന്നത് Agentic AI ഫോൺ എന്നാണ്. സോ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്ത് പോകാത്ത ചില ഏരിയകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിൻ്റെ പ്രൈവസി ഡിസ്പ്ലേയും അതുപോലെ തന്നെ ആ ഒരു ക്യാമറയിലെ ഹൊറിസോണ്ടൽ ലോക്കുമാണ്. നമ്മൾ അതല്ലാതെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് എന്തൊക്കെ സെറ്റിങ്സുകളിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ S25 അൾട്രയിൽ ഉള്ളതായിരിക്കാം, എന്നാലും പുതിയൊരു S26 അൾട്ര എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. അത് കുറച്ചുകൂടി ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ അവിടെ താഴെ കൊടുക്കാം. ഏകദേശം 12ഓളം ഷോറൂമുകൾ അവിടെ ഉണ്ട്, പല സ്ഥലത്തായിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് ജപ്പാൻ സ്കോറിൻ്റെ ഷോറൂം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു നമ്പർ വഴി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അവർ വഴി കൂടുതൽ അറിയാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഇന്നോവേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ല എന്ന് പറയേണ്ടി വരും. കാരണം S25 അൾട്രയിൽ കണ്ടിരുന്ന അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് അവർ ഈ ഒരു S26 അൾട്രയിലും കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ 3 ക്യാമറ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ വീണ്ടും ആ ഒരു 2 ക്യാമറ അറേഞ്ച്മെൻറ്റ് പോലുള്ള ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് കുറച്ച് കാലമായിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. S22 അൾട്ര തൊട്ട് അവർ ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ്. എന്നാലും ഇത് ഡെയിലി കണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നിരുന്നാലും ഇത് കൈ പിടിച്ച് കാണുമ്പോൾ ആ ഒരു പ്രീമിയം ഫീല്, അല്ലെങ്കിൽ ഈ ഒരു ബോക്സി ഡിസൈൻ നമ്മൾ കൈ പിടിച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് അത് വേറെ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നമ്മളിപ്പോൾ ഐഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും Vivo X300 ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ Oppo Find X9 ഒക്കെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സ്ക്വയർ ഡിസൈനിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് നമുക്ക് വേറെ ഫോണുകളൊന്നും കിട്ടുന്നില്ല. സോ ഡിസൈൻ ഓൾറെഡി ബെറ്റർ ആണ്, എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ബമ്പിൻ്റെ അവിടെ ഇപ്പോൾ ഒരു പുതിയൊരു ഗ്ലാസ് എന്താ പറയുക ഒരു ക്യാമറ ഫ്രെയിം വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ ഒരു ക്യാമറാസ് ഇരിക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഗ്ലാസ് ഫ്രെയിമാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്. അതൊരു ഇന്നോവേഷൻ ആയിട്ടാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം ടൈറ്റാനിയം ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അലൂമിനിയം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അലൂമിനിയം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആപ്പിളിനൊക്കെ ഉള്ള പോലത്തെ ആ ഒരു ടെൻഷൻ എനിക്ക് വേണ്ടി വരില്ല തോന്നുന്നു. കാരണം കുറച്ചും കൂടി ഭയങ്കര ഫൈനായിട്ടുള്ള രീതിയിലുള്ള ഒരു ആനോഡൈസേഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ആ ഒരു ഫീൽ എങ്ങനെയാണ് നമ്മൾ ഐഫോണിൻ്റെ 17 സീരീസ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു അലൂമിനിയത്തിൻ്റെ പോലത്തെ ഒരു ആനോഡൈസിങ് പെയിൻറ്റിങ് പരിപാടിയല്ല, ആ ഒരു ഡൈയിങ് പരിപാടിയല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു തോന്നുന്നു. കുറച്ചുകൂടി സേഫായിട്ട് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും ഈ ഒരു ഇതിൻ്റെ ആ ഒരു കളറുകൾ എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ഈ ഒരു അലൂമിനിയം ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് തുടരെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് അത് ആരെങ്കിലൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സമയത്ത് കാണാം. ഇപ്പോൾ കണ്ടിടത്തോളം കുറച്ച് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അലൂമിനിയം ഫ്രെയിമാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് ഹാർബറിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ പ്രൊട്ടക്ഷൻ വൈസ് സെറ്റാണ്. പിന്നെ IP68ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റാണ്. നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ കൂടുതൽ റേറ്റിംഗ് ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 7.9 mm തിക്നെസ്സിലേക്കാണ് ഇത് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ
S25 Ultra എന്ന് പറയുമ്പോൾ 8.6 സംതിങ് ആണ് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ കുറച്ചിട്ട് ഇപ്പോൾ അവർ ഇതിന് തിക്നെസ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റും നല്ല രീതിയിൽ റിഡ്യൂസ് ആയിട്ടുണ്ട്. അത് ഈ അലുമിനിയം ഫ്രെയിം ആക്കിയപ്പോഴാണ് വെയിറ്റ് റിഡ്യൂസ് ആയെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഡിസൈനെ പറ്റി പറയുന്നത്. ഡിസൈൻ ഓക്കെയാണ്, എന്നാലും കുറച്ചുകൂടി നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. ഇനി ഈ കാണുന്ന കളേഴ്സിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ സ്കൈ ബ്ലൂ, പിന്നെ കൊബാൾട്ട് വയലറ്റ് എന്ന് പറഞ്ഞ കളർ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കളർ എന്ന് പറയുന്നത് കൊബാൾട്ട് വയലറ്റ് ആണ്. ഇതിൻ്റെ ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡേ ടൈമിൽ എടുത്ത ഫൂട്ടേജസ് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു കൊബോൾട്ട് വയലറ്റിൻ്റെ ആ ഒരു കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ക്യാമറ സെഗ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു രീതിയിലുള്ളൊരു അപ്ഡേറ്റ് നമ്മുടെ S25 Ultra ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു സെൻസർ തരുന്നത്. അത് സാംസങ് ഓൾറെഡി പറയുന്നുണ്ട് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് തരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻസറാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ 200 മെഗാപിക്സൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നൈറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കൂടിയിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 15 Pro Max ആണ്. സോ മുന്നത്തെ സാംസങ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക വീഡിയോ വലിയൊരു ഇതായിട്ട് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ഇത് ഇത്തവണ ഇറങ്ങിയ ഈ S26 Ultra നമുക്ക് കുറച്ചുകൂടി വീഡിയോ കുറച്ചുകൂടി എൻഹാൻസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ അതെന്തായാലും ഉള്ള കാര്യം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നൈറ്റ് വീഡിയോഗ്രാഫിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 200 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ഇരിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അപ്പർച്ചർ വാല്യൂ വരുന്നത് 1.4 സംതിങ് ആണ്. പിന്നെ നമുക്കൊരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. അത് 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. അത് നമുക്ക് 5x ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. അതിന് ഏകദേശം എഫ് വാല്യൂ 2.9 ആണ് നമുക്ക് അപ്പർച്ചർ കിട്ടുന്നത്. അത് വെച്ച് നല്ല കിടിലൻ പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ് മെയിനായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ വൈഡ് ക്യാമറ 12 മെഗാപിക്സലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ വൈഡ് ക്യാമറ അതും 50 മെഗാപിക്സലായിട്ടുണ്ട്. എഫ് വാല്യൂ 1.9 സംതിങ്ങിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാമറയിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു അപ്ഗ്രേഡ്. എന്നാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറീസോണ്ടൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മളിങ്ങനെ ഈ ഒരു ഫോൺ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിച്ചിട്ട് നമ്മൾ റെക്കോർഡ് അടിച്ചു, അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോൺ റൊട്ടേറ്റ് ചെയ്താൽ പോലും ആ ഫസ്റ്റ് ടൈം നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് അടിക്കുന്ന ആ വിഷ്വല് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം അത്രയും സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ആ ഒരു മോഡിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രേസി ഫീച്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് ആ ഒരു വിഷ്വൽസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് ഓൺ ആക്കുമ്പോൾ തന്നെ അത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്, വീഡിയോയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ആ ഒരു ടൈമിൽ കുറച്ച് ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി നല്ല രീതിയിൽ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ഉള്ള നല്ല ഡേ ടൈമിൽ ഈ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നി. അതല്ലാതെ നമ്മൾ നോർമൽ ലൈറ്റിംഗ് ഉള്ള സമയത്തൊക്കെ ഈ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് ഇട്ടിട്ടുള്ള വീഡിയോസ് എടുക്കാന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ ഫോണുകളൊന്നും അധികം കണ്ടിട്ടില്ല. അത് ആ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ അത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ വേറൊരു അതിൽ തന്നെ ഒരു ഡിഫിക്കൽട്ടി ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് ഇട്ടെടുക്കുന്ന വീഡിയോസ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും, ഇത് എങ്ങനെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഫുൾ റൊട്ടേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മിറർ സെൽഫിലൊക്കെ ഫുൾ വീഡിയോ എടുക്കുമ്പോൾ രസമുണ്ട്. അതല്ലാതെ നമ്മൾ നോർമൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനുള്ള സെറ്റപ്പ് അല്ല ആക്ച്വലി. അത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടിൽട്ടായി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് കാണിക്കുന്ന ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ കൂടുതൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു കൺഫ്യൂസിങ് ആകും. കാരണം നമ്മുടെ വിഷ്വൽ മാറുന്നില്ല. ആ വിഷ്വൽ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ വിഷ്വൽ അതേപോലെ തന്നെ വരുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ AI ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല, കിടലിനാണ്. AI നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. AIയുടെ കുറേ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ NPU ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയണേ കമ്പയർഡ് ടു കഴിഞ്ഞ തവണ വന്നിട്ടുള്ള S25 Ultra. എന്നിരുന്നാലും ക്യാമറ സൈഡിലും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്യാമറയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇതിലൊരു 10 മെഗാപിക്സൽ 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഈ ഒരു ഫോൺ വെച്ച് അല്ലെങ്കിൽ S25 S സീരീസ് സാംസങ്ങിൻ്റെ S സീരീസ് വെച്ച് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഡിസ്റ്റൻസിൽ ഒരു 1x ഒരു ഫോട്ടോ എടുക്കാം അടിപൊളിയായിട്ട്. അതേപോലെ തന്നെ 3x നല്ല ബെറ്റർ ഫോട്ടോ എടുക്കാം. അത് ഒപ്റ്റിക്കൽ സൂമാണ്, മനസ്സിലായത്. അത് കഴിഞ്ഞാൽ പിന്നെ 5x നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നോർമലി നമ്മുടെ ഫോണുകളിലൊക്കെ ഒരു മെയിൻ സെൻസറും പിന്നെ ഒരു ടെലിഫോട്ടോ ഉണ്ടാവാറ്. ഈ S സീരീസിൽ വരാറുള്ളത് ഒരു മെയിൻ സെൻസർ, പിന്നെ ഒരു 3x ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു 5x ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെയാണ്. S23 സമയത്തൊക്കെ വന്നിരുന്നത് ഒരു നോർമൽ ലെൻസ്, 3x ലെൻസ്, അതുപോലെ തന്നെ 10x ലെൻസ് ആയിരുന്നു.
പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി 10x ലെൻസൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതേ സംഭവം തന്നെ നമുക്ക് ഒരു 5x പിടിക്കാൻ പറ്റും. ആ ഒരു ക്ലാരിറ്റി AI പ്രോസസ്സിംഗ് ഒക്കെ വെച്ചിട്ട് 5x പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഐഫോണും 5x ആക്കിയല്ലോ. ആ ഒരു ടൈമിലാണ് അവർ വീണ്ടും 10x എടുത്ത് കളഞ്ഞിട്ട് S24 ഒക്കെ ആകുമ്പോഴേക്കും 5x വെച്ചത്. അപ്പോൾ 2 ടെലിഫോട്ടോ ലെൻസ് വരുന്ന ഒരു ഫോണാണിട്ടത്. അങ്ങനെ വരുന്ന ഫോണുകൾ വളരെ കുറവാണ്. ഇപ്പോൾ വിവോ നോക്കുകയാണെങ്കിൽ ഓപ്പോ നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ സെൻസർ പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവുള്ളൂ. അതിന് പകരം ഇതിലെന്തുണ്ട് 2 ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് 10 മെഗാ പിക്സലിൻ്റെ 3x പിന്നെ ഒരെണ്ണത് 50 മെഗാ പിക്സലിൻ്റെ 5x ആണ്. ആക്ച്വലി നമ്മുടെ S26 അൾട്രയിലെ ഇത്തവണത്തെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെറ്റിംഗ്സ് 5x ലെൻസിൽ ബ്ലർ സ്ട്രെങ്ത് 7 ഇട്ടിട്ടാണ് ട്രൈ ചെയ്തത്. എന്തായാലും നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ആദ്യം കാണുന്ന ഫോട്ടോയിൽ ഈ പുള്ളി ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. 100x സൂം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോ എടുത്തത്. അപ്പോഴും നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് സെൽഫി ഫോട്ടോസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ S26 അൾട്രയുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി. നമുക്ക് 4K 60 FPS വിട്ടേക്കണത്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കണ്ട ബാക്കിലൊക്കെ ആ ഒരു ഷാർപ്നെസ് ഒക്കെ കറക്റ്റാണ്. ഓവർ ഷാർപ്പ് ഉണ്ടോയെന്നല്ല, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് വീഡിയോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതിൻ്റെ റിസൾട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. സോ അതും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വൈഡ് ക്യാമറ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല സ്കിൻ ടോണ് ഈ ഒരു വൈഡ് ക്യാമറയിൽ കിട്ടുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് നമുക്ക് 4K 60 FPS ആണ്. ഇനി സപ്പോസ് നമ്മൾ 8K മാറ്റുകയാണെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ നോർമൽ വൈഡ് ലെൻസ് അല്ല വർക്കാവുക, ഇതിൻ്റെ മെയിൻ ലെൻസാണ് വർക്കാവുന്നത്. സോ മെയിൻ ലെൻസിലാണ് നമുക്ക് 8K 30 FPS വൈഡ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള അൾട്രാ വൈഡ് ക്യാമറ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 4K 60 FPS വരെ വൈഡ് വീഡിയോ എടുക്കാൻ പറ്റും. സോ അടിപൊളി റിസൾട്ടാണ്. നല്ല ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്, നല്ല വൈഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ അടിപൊളി തന്നെയാണ്. സോ കിട്ടില്ല വിഷ്വൽസ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. മെയിൻ സെൻസർ വെച്ചെടുക്കുന്ന വീഡിയോ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. എന്നാലും സാംസങ്ങിൻ്റെ ആ ഒരു കൺവെൻഷനായിട്ടുള്ള ആ ഒരു ടോണൽ കോൺട്രാസ്റ്റ് ഇവിടെ പല സ്ഥലത്തുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിൻ ലെൻസിലാണിത്. സോ മെയിൻ ലെൻസിൽ നമ്മൾ ഇതുപോലെ ആൾക്കാരുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ സൂമിങ് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ മെയിൻ ലെൻസ് നമുക്കറിയാം 200 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസാണ് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് 3x അതുപോലെ 5x സൂം അതുപോലെ മാക്സിമം സൂമും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിൽ നമുക്ക് മാക്സിമം സൂം വരുന്നത് 25x ആണ്. അപ്പോൾ 25x ഒക്കെ നമ്മൾ ഇടുമ്പോഴേക്കും നമുക്കിതിൽ 5x ടെലിഫോട്ടോ ലെൻസാണ് വർക്കാവുന്നത്. സോ ഇതാണ് നമ്മുടെ 1x വീഡിയോ വരുന്നത്. നമുക്ക് വൈഡ് വേണമെങ്കിൽ 0.6 പറയുമ്പോൾ ഇത്രയും വൈഡ് കിട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ സൂം ചെയ്ത് നോക്കാം. ഇത് 1x ആണ്. 1x 200 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 3x ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3x മാറ്റിയപ്പോൾ ഒരു ലെൻസ് ചേഞ്ച് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ ലെൻസാണ് വർക്കാവുന്നത്. അതിൻ്റെ കളർ ടോൺസ് നല്ല വ്യത്യാസമുണ്ട് നോർമൽ സെൻസറുമായിട്ട്. ഇനി നമ്മൾ നേരെ 5x ടെലിഫോട്ടോയിലേക്ക് ഷിഫ്റ്റ് ആകാൻ പോവാണ്. സോ ഇതാണ് 5x ടെലിഫോട്ടോ. അപ്പോൾ 10 മെഗാ പിക്സലിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് 5x ടെലിഫോട്ടോ. അത് 50 മെഗാ പിക്സലാണ് സെൻസർ വ്യത്യാസമുള്ളത്, കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സെൻസറാണ്. ഇനി നമുക്ക് മാക്സിമം സൂമിലേക്ക് പോകാം. ഇതാണ് 10x വരുന്നത്, ഇതാണ് 25x വരുന്നത്. സോ ഈ ഒരു സൂമിംഗ് ആണ് നമുക്ക് മാക്സിമം വരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് ഒരു ഷെയ്ഡിലായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അതല്ലാതെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു 3x 10x മാത്രമാണ് കുറച്ചൊരു കളർ ടോൺസ് എൻ്റെ ഡിഫറൻ്റ് ആയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നത്. സോ തിരിച്ച് നമുക്ക് 1x വരാം. സോ ഇതാണ് 1x. സോ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. നമ്മൾ 1x ഇത് ഈ ഒരു ഡിസ്റ്റൻസിലൊക്കെ നമ്മളൊരു സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുകയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അതൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇതേപോലത്തെ കുറേ മരങ്ങളും കാര്യങ്ങളും ഒബ്ജക്റ്റൊക്കെ വരുമ്പോൾ വീഡിയോ കുറച്ചുകൂടി ഷാർപ്പ് ആവുന്ന പോലെയുണ്ട്. ബട്ട് നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ നിന്ന് കിട്ടുന്നത്. സോ ഐഫോണിലെ സിനിമാറ്റിക് വീഡിയോ പോലെ നമ്മുടെ ഇതിൽ പോർട്രേറ്റ് മോഡ് ഉണ്ട്. സോ ആ പോർട്രേറ്റ് മോഡ് ഇട്ട് വീഡിയോ എടുക്കുന്നതാണ് ഈ റിസൾട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ S26 അൾട്രയിലെ പോർട്രേറ്റ് വീഡിയോ സാമ്പിൾ കേട്ടോ. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 5000 mAh ബാറ്ററിയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് അവർ S26 അൾട്ര ഇറക്കിയപ്പോഴും ഈ ഒരു സെയിം 5000 mAh ബാറ്ററി വെച്ചത്. ഇപ്പോൾ എല്ലാവരും മാർക്കറ്റിൽ 7000 mAh ബാറ്ററി ഒക്കെ അല്ല വെക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 7500 വെക്കണമായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ആക്ച്വലി 2025-24 കാലഘട്ടങ്ങളിൽ വരെ നമ്മുടെ ഗ്ലോബലിൽ നോക്കുമ്പോൾ ഒരു നമ്പർ 1 ആയിരുന്നു അവരുടെ ടെക്നോളജിയും കാര്യങ്ങളും ബാറ്ററിയും കാര്യങ്ങളൊക്കെ. എന്നാൽ അവർ 2026 ഈ വിവോ ഓപ്പോ ബ്രാൻഡുകളൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്താണ് ഇവരുടെ മൊബൈൽ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത്. അവരുടെ ബാറ്ററി നോക്കുകയാണെങ്കിലും ക്യാമറ നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ബാക്കി ബ്രാൻഡുകൾക്ക് ഉണ്ടാവും എന്നുള്ളത് സാംസങ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ 2025 ഇറക്കിയിട്ടുള്ള S25 അൾട്രയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഇല്ലെങ്കിലും S26 അൾട്ര എന്ന് പറയുന്നത് നല്ലൊരു ഫോണായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു ഫോൺ ഇറക്കിയെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത പോലെ ഇനി മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ S25 S26 അൾട്രയിലേക്ക് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പല ഫീൽഡിലും സംഭവിച്ചിട്ടില്ല. ഈ ബാറ്ററിയുടെ കാര്യത്തിൽ മാറ്റങ്ങളുണ്ട്, ഞാൻ പറയാം. സോ എന്തായാലും 2027 S27 അൾട്ര ഇറക്കുമ്പോൾ സാംസങ്ങിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതേപോലെ പോയി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ക്യാമറ ഡിസൈനും മാറാൻ ചാൻസ് ഉണ്ട്, ബാറ്ററി മാറാൻ ചാൻസ് ഉണ്ട്. ബാറ്ററിക്ക് ചിലപ്പോൾ 7000 mAh അല്ലെങ്കിൽ 8000 mAh ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഡിസ്പ്ലേയിലും നല്ല മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസൈനിങ്ങിലും എല്ലാത്തിലും നല്ല മാറ്റം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവർ നല്ല മാറ്റം കൊണ്ടുവരട്ടെ, അതായിരിക്കും കുറച്ചുകൂടി അവർക്ക് ബെറ്റർ. അല്ലെങ്കിൽ ഇതേ സെയിം ഡിസൈനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി പാളാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയാണ് ഇത്ര വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ കാര്യമൊന്നുമില്ല, നമുക്ക് ആ 60 വാട്ടിൻ്റെ ചാർജർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചാർജർ മേടിച്ചേ പറ്റുള്ളൂ. ഈ ഒരു ബോക്സ് S25 അൾട്രയുടെ ബോക്സ് ഭയങ്കര സ്ലിം ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര എസ്തെറ്റിക്കാണ് കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു നല്ല ഭംഗിയുണ്ട് കേട്ടോ, വേറെ ബ്രാൻഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് മനസ്സിലായി. പക്ഷെ എന്താ കാര്യം, സ്ലിം ആവാനുള്ള മെയിൻ കാര്യം അതിൽ ചാർജറില്ലാത്തതുകൊണ്ടാണ് ഈ ബോക്സ് സ്ലിം ആയിട്ടുള്ളത്. അപ്പോൾ ചാർജറോണിയും കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഇതാണ് ബാറ്ററിനെ പറ്റി പറയാനുള്ളത്. പിന്നെ 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തന്നെ 4.5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉള്ളൂ. അതൊക്കെ വെച്ച് നമ്മുടെ എന്താ പറയുക ഇയർബഡ്സോ വാച്ചൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇതാണ് ബാറ്ററിയുടെ സെറ്റപ്പ് വരുന്നത്. ഇനിയാണ് മോനെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഡിസ്പ്ലേനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് 6.9 ഇഞ്ച് സൈസ് വരുന്ന ഒരു കിഡിലൻ സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിന് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ഉണ്ട്, HDR10+ സപ്പോർട്ട് ഉണ്ട്, LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് പോലുള്ള ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഐ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ അത്യാവശ്യം സെറ്റായിട്ട് വരുന്നുണ്ട്. 500 PPI ആണ് കേട്ടോ അതിൻ്റെ ക്ലാരിറ്റി വരുന്നത്. 500 PPI ക്ലാരിറ്റി വരുന്ന പിക്സൽ പെർ ഇഞ്ച് ക്ലാരിറ്റി വരുന്ന ഫോണുകൾ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാം സെറ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ കോണിങ് ഗൊറില്ല ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷണൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക റിഫ്ലക്റ്റീവ് കോട്ടിങ്, ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഫോൺ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗ്ലെയർ ഒക്കെ അടിച്ചിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഭയങ്കരമായിട്ട് ബേണായി പോകുന്ന സംഭവമുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ പിടിക്കുമ്പോൾ പോലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഡിസ്പ്ലേ ഒക്കെ സെറ്റാണ്, സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ സെറ്റാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സാംസങ്ങിൻ്റെ S സീരീസിൽ കുറച്ച് കാലം മുന്നേ ലൈൻ ഇഷ്യൂസ് വന്നിരുന്നു. ഇപ്പോൾ സാംസങ് S സീരീസിനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാൽ A സീരീസിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വളരെ ഉപകാരമായിരിക്കും. കാരണം എൻ്റെ വീട്ടിലൊരു ഫോൺ A സീരീസിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് കേസൊക്കെ കൊടുത്തതിന് പിന്നാലെ നടന്നു. പക്ഷേ അത് മാറ്റി കിട്ടിയില്ല. അവസാനം ഞാൻ തേർഡ് പാർട്ടി ഡിസ്പ്ലേ വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അത് വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം. സോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ചില മോഡൽസിൽ അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ അതെനിക്ക് മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കാരണം ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ തൊട്ട് മുന്നേ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ പോട്ടെ. ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേക്കാണ്. ഇനി ആ ഒരു ഡിസ്പ്ലേയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ആസ് യൂഷ്വൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് സെറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ അവിടെ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ പ്രൈവസി ഡിസ്പ്ലേ വരുന്നുണ്ട്. പ്രൈവസി ഡിസ്പ്ലേ വേണ്ടിയിട്ട് ഒരുപാട് പേര് കുറേ തവണ പറഞ്ഞായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറേ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അടിപൊളി ഫീച്ചറായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കും പരിചയമുള്ള ചില ആൾക്കാരുണ്ട്, അവന്മാർ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് ഇങ്ങനെ അറിയാനുള്ള ടെൻഡൻസിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചുമ്മാ സൈഡിൽ ഇങ്ങനെ പെട്ടെന്ന് കയറി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് അവരെന്നെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. അത് അവന്മാർ ഈസിയായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള അവന്മാർക്കൊക്കെ ഒരു കിഡിലൻ മറുപടിയാണ് ഇത്തരം ഡിസ്പ്ലേസ്. അത് നമ്മൾ ബസ്സിലിരിക്കുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴോ നമ്മൾ പേഴ്സണൽ വർക്ക് ചെയ്യുമ്പോഴോ എല്ലായിടത്തും ഈ ഒരു ഡിസ്പ്ലേ അടിപൊളിയാണ്. എല്ലാ ലാപ്ടോപ്പിലും എല്ലാ സംഭവത്തിലും ഒരു ഡിസ്പ്ലേ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സാംസങ് ആദ്യമായിട്ട് ഈ ഒരു മൊബൈലിൽ കൊണ്ടുവന്നതിൽ അതൊരു ഗ്രേറ്റ് കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും സാംസങ്ങിനോട് അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ചെയ്യുന്ന സമയത്ത്
നമുക്ക് തന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയിൽ കുറച്ച് റിഡക്ഷൻ വരുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ഞാൻ പ്രൈവസി ഡിസ്പ്ലേ കാണിച്ചു തരാം. ഇതാണ് പ്രൈവസി ഡിസ്പ്ലേയുടെ അവസ്ഥ. അങ്ങനെ പിടിക്കുമ്പോൾ കണ്ടിരുന്നില്ല, നേരത്തെ പിടിക്കുമ്പോൾ കാണും. ഇപ്പോൾ പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ചെയ്തിട്ടുണ്ട്, കാണില്ല. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആപ്സിനും വേണമെങ്കിൽ അത് ചെയ്യാം, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. ബട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷ്വലി ആ ഒരു സ്ക്രീൻ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കാണാത്തൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ അതിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം ഇട്ടാണെന്ന് ശരിക്കും ആൾക്കാർക്ക് കാണാണ്ടേ ആവുള്ളൂ കേട്ടോ. ആ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സൈഡ് കൂടെ നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റാത്തൊരു ഫീൽ വരുന്നുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ടൈമൊക്കെ തന്നെ ചെരിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ടൈം കാണാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു ആംഗിളോ കുറച്ചുകൂടി റിസർച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ആംഗിളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രസമായിരിക്കും തോന്നുന്നു. ഈവൻ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വലിൽ ഒരു ക്വാളിറ്റി റിഡക്ഷൻ ഉണ്ടായ പോലെ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കോണിങ് കുറയില്ല, ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. സോ ഡിസ്പ്ലേ സൈഡ് സെറ്റാണെന്നും പറയാനില്ല. പിന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ കൺട്രോളേഴ്സൊക്കെ വെക്കാനും പിന്നെ നമ്മൾ ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യുമ്പോൾ അടിപൊളിയാക്കി ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ S Pen നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു വലിയ ഡിസ്പ്ലേ സൂപ്പറാണ്. S Pen ബ്ലൂടൂത്ത് ഇപ്പോഴും വന്നിട്ടില്ല, അത് അവന്മാർ എടുത്തു കളഞ്ഞ് തന്നെ. പിന്നെ ഒരുപാട് മറ്റേ എയർ ആപ്സ് എന്നാണെന്നൊക്കെ എയർ വിൻഡോ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ പെന്ന് ഊരുമ്പോൾ തന്നെ ചില എയർ വിൻഡോ വരുന്നത്, അങ്ങനത്തെ ചില ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ബ്ലൂടൂത്ത് പരിപാടിയില്ല. ബ്ലൂടൂത്ത് വെച്ച് നമ്മൾ സെൽഫി എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. സോ ഡിസ്പ്ലേ എന്തായാലും സെറ്റാണ്. ഇനിയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിനെ പറ്റി സംസാരിക്കാനുള്ളത്. നമ്മുടെ ഗാലക്സിക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് Gen 5 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. ഞാൻ എല്ലാം കൂടി പേര് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ വെച്ചിട്ടാണ് നിർത്തി പറഞ്ഞത്, തെറ്റിപ്പോണ്ട വെച്ചിട്ടാണ് നിർത്തി പറഞ്ഞത്. സോ ആ ഒരു ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അടിപൊളി ചിപ്സെറ്റാണ്. ഗെയിം കളിക്കുമ്പോഴും ഡേ ടു ഡേ ടാസ്ക്, AI പരിപാടികൾ, ക്യാമറ എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ NPU നോക്കുകയാണെങ്കിൽ ആ ഒരു ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, കൂടുതൽ AI പരിപാടികളൊക്കെ ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞ S25 അൾട്രയേക്കാളും 39% ഇമ്പ്രൂവ്ഡ് ആയിട്ടെന്നാണ് പറയുന്നത് ഈ ഒരു ചിപ്സെറ്റിൽ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് നോക്കുമ്പോൾ 24% ഗ്രാഫിക്സ് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒക്കെ രണ്ടിലും കളിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ 90% CPU ആ ഒരു സ്പീഡിലും പ്രവർത്തനത്തിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ S25 അൾട്രയിലെ ചിപ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ. സോ അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി. സോ ചിപ്സെറ്റ് സൈഡിനൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. വേൾഡിൽ തന്നെ എന്താ പറയുക ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് നോ കമൻറ്റ്സ്, ബെസ്റ്റ് ചിപ്സെറ്റാണ്, ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഗെയിം കളിക്കുമ്പോൾ ചെറിയ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പം തന്നെ പോകുന്നുണ്ട്. ഇതിൽ S25 അൾട്രയേക്കാളും ലാർജസ്റ്റ് ആയിട്ടുള്ള വേപ്പർ കൂളിംഗ് ചേമ്പറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതൊരു ബീസ്റ്റ് ആയിട്ട് തന്നെ തോന്നി. സോ അത് അടിപൊളിയാണ്. പെർഫോമൻസ് നിങ്ങൾ സംശയിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സാംസങ്ങിൻ്റെ UI 8.5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു UIയുടെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മോനെ വേറെ ലെവലാണ് കേട്ടോ, വേറെ ലെവല്. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക, വേറെ ലെവൽ സാധനമാണ്. അതിൻ്റെ ലോക്ക് സ്ക്രീനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലും ഉള്ളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലും നമുക്ക് ആ ഒരു മൊത്തത്തിൽ കിട്ടുന്ന ആ ഒരു തീം, അതിൻ്റെ UI എല്ലാതും വേറെ ലെവലായിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിഡിലായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വന്നിട്ടുള്ളത്. അതൊക്കെയാണ് സാംസങ്ങിൻ്റെ പ്ലസ് പോയിന്റ്സ് ആണ് എടുത്ത് പറയുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ പറയണമല്ലോ, മോശം കാര്യങ്ങൾക്ക് മോശം കാര്യങ്ങളും പറയണം, നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളും പറയണം. അതാണ് എൻ്റെ പോളിസി. അല്ലാതെ ഒരു ബ്രാൻഡിന് ഒരിക്കൽ ഒരു ഡിസ്പ്ലേയിൽ ഒരു പ്രശ്നം വന്നു, അവരത് ഡീൽ ചെയ്ത രീതി കുറച്ച് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബ്രാൻഡിനെ ചവിട്ടിത്താഴ്ത്തുന്ന പോലത്തൊരു ബിഹേവിയർ ഞാൻ കാണിക്കാറില്ല. പല യൂട്യൂബേഴ്സ് അങ്ങനെ കാണിക്കാറുണ്ട്. ഞങ്ങളിന് ഒരിക്കലും സാംസങ്ങിൻ്റെ സംഭവങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാർ അത് ചെയ്യാണ്ടിരിക്കുകയുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ പറഞ്ഞ മാതിരി ഇത്രയും നല്ലൊരു ടെക്നോളജി ഉള്ളൊരു ഫോണ് എനിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടൊരു ഫോണായിരുന്നു. അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. എന്നാൽ അതിലുണ്ടായിട്ടുള്ള പോരായ്മകൾ നമ്മൾ അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യും വേണം. അതാണ് എൻ്റെ ഒരു പോളിസി. സോ അതുകൊണ്ട് പെർഫോമൻസ് ആയിരുന്നൊക്കെ അടിപൊളിയാണ്. സാംസങ് അത് നല്ല ഗ്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും നല്ല ഗ്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫൈനലി ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് പറയാനുള്ളത്, ഇതിൽ മറ്റേ AI പരിപാടികൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ പ്രോംപ്റ്റ് ടു ഫോട്ടോ പരിപാടികൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ AIയിൽ എഡിറ്റിംഗ് പരിപാടികൾ, നമ്മുടെ ഒബ്ജക്റ്റ് റിമൂവൽ, നമ്മൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ സാംസങ്ങിനെ കഴിഞ്ഞിട്ടേ വേറെ ബ്രാൻഡുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. ഞാൻ ഈ ഡിവൈസ് ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് റിവ്യൂ ചെയ്യുന്നുള്ളത്, നമ്മൾ ജപ്പാൻ സ്കോറിൽ നിന്ന് എടുത്ത് റിവ്യൂ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് സാംസങ് നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ള ഞാൻ പറയുന്ന സംഭവമല്ല. അതെവിടെ വേണമെങ്കിൽ ഞാൻ അവിടെ വേണമെങ്കിൽ പറയാം. ബട്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സാംസങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പറയും വേണം. അപ്പോൾ AI പരിപാടികളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്.
പിന്നെ എനിക്ക് പുറത്ത് പറയാനുള്ളത് മറ്റേ ബിക്സ്പി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിളിൽ സിറിയൊക്കെ പോലെ നമ്മുടെ സാംസങ്ങിൻ്റെ സ്വന്തം ആളാണ് ബിക്സ്പി. അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ പെർപ്ലക്സിറ്റി ആണ് ഇപ്പോൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാഗ്നറ്റിക് കേസ് നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയർലെസ് ചാർജ്, ആ ഷീറ്റ് വയർലെസ് ചാർജർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ മാഗ്നറ്റിക് റിംഗ് വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് അഡീഷണൽ ആയിട്ട് മാഗ്നറ്റിക് കേസ് വാങ്ങിച്ചിട്ടാലേ പറ്റുള്ളൂ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. സോ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിശയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഓവറോൾ സെറ്റാണ്. സാംസങ്ങിൻ്റെ വയർലെസ് ഡെസ്ക് അല്ലെങ്കിൽ വയേർഡ് ഡെസ്ക് എന്ന് പറയുന്ന പരിപാടി, ഈ ഫോണിനെ ഒരു ലാപ്ടോപ്പ് ആക്കുന്ന പരിപാടി കിഡിലെ ഫീച്ചറാണ്. വേറെ ഏത് ബ്രാൻഡ് ചെയ്യുന്നതിനേക്കാളും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയർലെസ് ടെക്നോളജി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിനെ വയർലെസ് വഴി നമുക്ക് ഇതിൽ ഈ ഒരു ഫോൺ വെച്ചുകൊണ്ട് നമുക്കൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം, നമ്മുടെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി മാറ്റാൻ പറ്റും ഗൈസ്. നമ്മുടെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. അതായത് സ്ക്രീന് എത്ര റെസൊല്യൂഷനിൽ വർക്ക് ആവണം. ഇപ്പോൾ ഈ കാണുന്ന പോലെ 3 റെസൊല്യൂഷനിൽ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ QHD+ എന്ന് പറയുന്ന റെസൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ക്ലാരിറ്റി, കിടുക്കാച്ച് ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. അത്രയും ക്ലാരിറ്റി വേണ്ട വിഷ്വൽസിനെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കുറയ്ക്കാനും പറ്റും. നമ്മുടെ S Pen ഊരി കഴിഞ്ഞാൽ നമുക്ക് എയർ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇവിടെ തന്നെ നമുക്ക് എനേബിൾ ആവും. ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്തെടുക്കുക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഇത് എന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നെ നിങ്ങൾ ഫിംഗർ കൊണ്ട്, ഇപ്പോൾ ഞാൻ കുറച്ച് വിടുത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്തിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്നാൽ വിടുത്തില്ലാത്തൊരു ഒബ്ജക്റ്റാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഐഫോൺ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഫോട്ടോയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഫോണിൻ്റെ എഡ്ജ് മാത്രം ഫോക്കസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഡ്ജിൻ്റെ അവിടെ ഈ പെന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫോക്കസ് ആവും. അങ്ങനെ നിങ്ങൾക്ക് കിഡിലൻ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ നമ്മൾ ക്യാമറയെ പറ്റി സംസാരിച്ചു, ഡിസ്പ്ലേനെ പറ്റി സംസാരിച്ചു, പെർഫോമൻസിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, ഡിസൈനെ പറ്റി സംസാരിച്ചു. സോ ഇനി ഞാൻ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ തരാം. നിങ്ങളുടെ കയ്യിൽ ക്യാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കണേക്ക് പകരം നിങ്ങൾ S25 Ultra എടുത്താലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേക്ക് വേണമെങ്കിൽ നിങ്ങളൊരു പ്രൈവസി സ്ക്രീൻ ഗാർഡ് മേടിച്ചിട്ടാൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ഫോൺ ആർക്കൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനാണ്, സാംസങ്ങിൻ്റെ UI ഒരുപാട് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് നമ്പർ 1 AI ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രീമിയം ഫീലും നമുക്കൊരു കംഫർട്ടും കിട്ടും. അതായത് നമ്മളൊരു എന്താ പറയുക, പണ്ടത്തെ തന്നെ ഇവരുടെ സാംസങ്ങിൻ്റെ തന്നെ ഒരു നോട്ട് ഉപയോഗിക്കുന്ന പോലത്തെ ആ ഒരു ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാം. ഈ ഒരു ഫോൺ ഒരു വാല്യൂ ഫോർ മണി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്. കാരണം ആൻഡ്രോയിഡിൽ ഇപ്പോഴും നമ്മൾ മറ്റ് ബ്രാൻഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 5x ടെലിഫോട്ടോ ലെൻസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പിക്സലൊക്കെയാണ് 5x കൊടുക്കുന്നുള്ളൂ, പിന്നെ ആപ്പിളൊക്കെയാണ് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ബാക്കി ബ്രാൻഡുകളൊക്കെ 3.5x ലെൻസ് വെച്ചിട്ടാണ് കളി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്യാമറയുടെ സൈഡിൽ നിന്ന് നമുക്ക് 5x ലെൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരേ ഫോണിൽ തന്നെ 5x 3x ടെലിഫോട്ടോ ലെൻസുകൾ വരുന്ന ഫോണുകൾ വളരെ കുറവാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ S Pen വരുന്ന യാതൊരു വിധത്തിലുള്ള ഫോണുകളും നിങ്ങൾക്ക് കിട്ടുന്നില്ല. S Pen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറോളയുടെ സ്റ്റൈലെക്സ് പെന്നൊക്കെ വെച്ചിട്ട് ഏതൊരു മോഡൽ ഇറക്കിയൊന്നും വലിയ കാര്യമില്ല, ഇത്രയും സ്മൂത്തായിട്ടൊന്നും വർക്കാവില്ല. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് ഒരു S Pen വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, സാംസങ് തന്നെയാണ് എടുക്കേണ്ടി വരിക. ഇനി എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് സാംസങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി നിങ്ങൾ തന്നെ പറ ഈ ഒരു ഫോണിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം. പിന്നെ സാംസങ്ങിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല, സാംസങ് ഓവറായിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ ഇതിൽ കൊണ്ട് കുത്തി നിറച്ചൊരു കാര്യമൊന്നുമില്ല. കാരണം ഏകദേശം ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിലും വരുന്നുണ്ട്. അതിനേക്കാൾ ഒരു പടി മുന്നിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഡിസ്പ്ലേ ആയിക്കോട്ടെ, ബാറ്ററി കുറച്ച് കുറവാണ്, ക്യാമറ ആയിക്കോട്ടെ, അതൊക്കെ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ അതിൽ നമുക്ക് ഇത്തവണ നമുക്ക് ആ ഒരു സ്ക്വയർ സെൻസറാണ് വന്നിരുന്നത്, സ്ക്വയർ പെരിസ്കോപ്പിക് സെൻസറാണ് വന്നിരുന്നത്. എന്നാൽ ഇത്തവണ നമുക്കത് റൗണ്ട് ഷേപ്പുള്ള ഒരു സെൻസർ തന്നെയാണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത്. റൗണ്ട് ഷേപ്പുള്ള സെൻസറാണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്ക്വയർ ഷേപ്പുള്ള പെരിസ്കോപ്പിക് ലെൻസ് അവർ എടുത്ത് മാറ്റി. പിന്നെ ഇവിടെ ഒരു സെൻസർ ഉണ്ട് മോനെ, ഈ സെൻസറിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ സെൻസറിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അഗെയിൻ എന്തോ 2 ക്യാമറ പോലത്തെ പരിപാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കാണാൻ നല്ല കിഡിലിന് ലുക്കായിട്ടുണ്ട്. സോ S26 Ultra നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയർ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാൻ. അതുവരെയും ബൈ, ജിനോ ടെക് വ്ലോഗ്സ്.